ഹലോ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ലൗലി. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കണത് ഞാൻ കുറച്ച് ആമസോണിൽ നിന്ന് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോം ഡെക്കർ എന്നല്ല ഹോം ഓർഗനൈസറും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണത്. ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ഫസ്റ്റ് നമുക്ക് ഓർഗനൈസറിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചിരിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസറാണ് ഇത്. നമുക്ക് പെൻസിലോ സ്റ്റേഷനറി ഐറ്റംസോ എന്ത് വേണമെങ്കിലും, സ്റ്റേഷനറി ഐറ്റംസ് അല്ലാണ്ട് കിച്ചണിലെ വല്ല സ്പൂൺസോ അങ്ങനെ എന്ത് നമുക്ക് ഈ ഓർഗനൈസറിൽ വെക്കാം. 3 പാർട്ടുണ്ട് ഇതിൻ്റെ റേറ്റൊക്കെ അല്ലേ കേട്ടോ, സ്ക്രീനിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓർഗനൈസർ. നല്ല കളറാണ്, കാരണം ഒരു ആഷ് കളറത്തെ ഒരു കളറാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓർഗനൈസറാണ്, ജ്വല്ലറി ഓർഗനൈസറാണ്. അതുണ്ടോ, നമുക്ക് ജ്വല്ലറി മാത്രമല്ല, നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസോ പിന്നെ ജ്വല്ലറി മേക്കിംഗ്, ബീഡ്സ് അങ്ങനത്തെ എന്തും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു കോംബോ പാക്ക് ആയിട്ടാണ്. ഇതിൽ ഫസ്റ്റ് ഇതേപോലെ വലിയ ഓർഗനൈസറാണ്, പിന്നെ അതിൻ്റെ മീഡിയം, പിന്നെ അതിൻ്റെ സ്മോൾ. നമുക്ക് ആദ്യം സ്മോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ബോക്സ്. കണ്ടോ, നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലെല്ലാം സ്മോൾ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, സ്മോൾ ആയിട്ടുള്ള കോളംസ് ആണ്. ഇത് നമുക്ക് വലുത് വെക്കണമെങ്കിൽ ഇതിൽ നിന്നുള്ള സൈഡ് പാർട്ടിഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് വലിയ ഇതായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെ 3 സെറ്റായിട്ടുള്ളതാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഓർഗനൈസർ. ഈ 2 മാത്രമേ ഞാൻ ഓർഗനൈസർ മേടിച്ചേക്കണത്. ഇനി ഞാൻ മേടിച്ചേക്കണത് കുറച്ച് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ്. അത് ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഒരു ചെയിനാണ്, നമ്മുടെ സിമ്പിൾ നെക്ക് ചെയിനോ ബ്രേസ്ലെറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ ബ്ലാക്കും വൈറ്റും ആണല്ലോ ഫാഷൻ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രിങ് ആണ്. ഇതേപോലത്തെ 2 സ്ട്രിങ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലത്തെ 2 സ്ട്രിങ് ആണ്. ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്ലാക്കും ആഷും കൂടി ചേർന്ന ഒരു ടൈപ്പ് ഇതാണ്. അപ്പം നമുക്കിത് വെച്ച് നെക്ക് ഇതിൽ നമുക്ക് ഡിസൈൻ ലെയർ ആയിട്ടുള്ള മാല കണ്ടിട്ടില്ലേ, ആമസോണിലൊക്കെ മേടിക്കുമ്പോഴും നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് തന്നെയെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുണ്ട് ഇതേപോലത്തെ ചെയിൻസ്. അപ്പം ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ബ്ലാക്കും ആഷും കൂടെ ചേർന്നതും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചത് അതേപോലെ തന്നെ സിൽവർ കളറത്തെ മേടിച്ചിട്ടുണ്ട്. ഇതും 2 സ്ട്രിങ് ആണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇതാണ് ചെയിൻ. ഇതിൽ നമുക്ക് ഡിസൈൻ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഒറ്റ സ്ട്രിങ് ആണ്, 2 സ്ട്രിങ്ങും കൂടി ചേർന്നുണ്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇതിൽ നമുക്ക് ഇതേപോലെ ജ്വല്ലറി ഇതിൽ ബീഡ്സ് ആഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള നമുക്ക് ചെയിൻ ചെയ്യാം ഇതേപോലെ. അപ്പം ഇതാണ് ഞാൻ അടുത്തത് മേടിച്ചത്. അടുത്തൊരു പ്രൊഡക്റ്റ് മേടിച്ചേക്കണത് ഇതേപോലത്തെ ഒരു ബീഡഡ് ചെയിനാണിത്. കുറച്ച് ചെയിനും ഇതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബീഡാണ്. ഗോൾഡനും വൈറ്റും ആയിട്ടുള്ള ചേർന്നൊരു ഇതാണ്, ബീഡഡ് ചെയിനാണിത്. നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ചെയിൻ പോലെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇയറിങ്സ്, ബ്രേസ്ലെറ്റ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഒരു 2 സ്ട്രിങ് ഉണ്ടായിരുന്നു കേട്ടോ, 2 സ്ട്രിങ്. അടുത്തത് മേടിച്ചേക്കണത് ഞാൻ നേരത്തെ ഒരു ചെയിൻ കാണിച്ചില്ലേ, ബ്ലാക്ക് ചെയിൻ. അപ്പം അതിൽ നമുക്ക് സിൽവർ ലോക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല, ആ സെയിം കൊടുത്തേക്കണ കളർ തന്നെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് പറ്റിയായിട്ടുള്ളൊരു ലോക്കാണിത്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, കാരണം ഇത് പൊട്ടിച്ച് ഇനി ഓർഗനൈസറിൽ ഇത് ഇടണം. ഇതേപോലത്തെ ലോക്കാണിത് നമുക്ക്. അപ്പോൾ ഈ ലോക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജമ്പ് റിങ്സും മേടിച്ചിട്ടുണ്ട്.
കാരണം ബ്ലാക്കിന് വൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ ജമ്പ് റിങ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിൻ്റെ ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ജ്വല്ലറീസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അടുത്തത് ഞാൻ മേടിച്ചത് കുറച്ച് ആങ്കറിൻ്റെ ത്രെഡാണ്. ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്കാണ്. ഞാൻ സാരിയിൽ ഇതൊക്കെ ചെയ്യണതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഓരോരോ കളറായിട്ട് പോകണം. ഇതിൽ 2-3 കളറുണ്ട്. 2 കളർ വീതമാണ് നമുക്ക് ഇതുള്ളത്. എന്നിട്ട് 2 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ചുരിദാറിൽ ഇപ്പം നമുക്കിപ്പോൾ ഇതേപോലത്തെ ഒരു പ്ലെയിൻ ചുരിദാറാണെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഇത്തിരിയും കൂടി വർക്ക് വേണമെങ്കിൽ നമുക്കിത് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ എല്ലാ കളേഴ്സും ഇതിലുണ്ട്. എല്ലാ കളേഴ്സും ഇതിലുണ്ട്. അപ്പം നമുക്കിനി ഓരോ കളേഴ്സിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നോക്കി നമുക്ക് ഇത്തിരിയും കൂടി നമ്മുടെ ചുരിദാറൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി പ്ലെയിൻ ടോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇത് തോന്നിക്കില്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പം അതിനുവേണ്ടി മേടിച്ച ഇതാണ് പ്രോഡക്റ്റാണിത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുട്ടി ആമസോൺ ഹോള്, ക്രാഫ്റ്റ് ഹോള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.